കറുപ്പ് വസ്ത്രം പാലാ നഗരസഭാ രാഷ്ട്രീയത്തിൽ വീണ്ടും രാഷ്ട്രീയ പോരിന് കാരണമാകുകയാണ്. CPM അംഗമായ ചെയർപേഴ്സൺ ജോസിൻ ബിനോ അവതരിപ്പിച്ച ബജറ്റ് യോഗത്തിൽ കേരള കോൺഗ്രസ് അംഗങ്ങൾ കറുപ്പണിഞ്ഞെത്തിയതാണ് പുതിയ പോർമുഖം തുറക്കുന്നത്. നഗരസഭാ ഉപാധ്യക്ഷ സിജി പ്രസാദും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങളും തമ്മിലുള്ള രൂക്ഷമായ അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് ബജറ്റ് ധനകാര്യ കമ്മിറ്റിയിൽ പാസ്സായിരുന്നില്ല. ഇതേ തുടർന്ന് ഭരണസ്തംഭനം ഒഴിവാക്കാൻ നിയമപ്രകാരം ചെയർപേഴ്സൺ തന്നെ ബജറ്റ് അവതരിപ്പിക്കുകയായിരുന്നു. അതേസമയം CPM അംഗമാണെങ്കിലും സിജി പ്രസാദ് കേരള കോൺഗ്രസിനോട് കൂറു പുലർത്തുന്നതിനാൽ ബിനു പുളിക്കാക്കണ്ടം ഇടപെട്ട് ഇവരെ ഒഴിവാക്കിയെന്ന് കേരള കോൺഗ്രസ് കരുതുന്നു. യാതൊരു കാരണവുമില്ലാതെ അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസ്സാക്കാതെ അതിന് എന്നാന്നുള്ളത് ഞങ്ങൾക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നു. ഒന്നെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിരുന്നത് നമുക്കത് മനസ്സിലാക്കാം. ഇനി അതല്ല ഞങ്ങളുടെ കുറച്ച് സജഷൻസ് ഉണ്ട്, അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞ് അത്രയും മനസ്സിലാക്കാം. അത് ഒന്നുമില്ല, അതുകൊണ്ട് യാതൊരു കാരണമില്ല. രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി രണ്ട് വിളിച്ചത് പാസ്സാക്കായിരുന്നു. അപ്പം അത് പ്രതിഷേധിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഭരണസ്തംഭനമൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്. അതേസമയം ജോസ് കെ മാണിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചതെന്ന് ബിനു പുളിക്കാക്കണ്ടം പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ഉണ്ടാകുകയും വൈസ് ചെയർമാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യരുത് എന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ് ജോസ് കെ മാണി ആ കമ്മിറ്റിയിൽ UDFന്റെ കൗൺസിലർമാരെ തിരിയുകയും. അപ്പോൾ ഇന്ന് വെളിച്ചത്ത് വന്ന ഈ കാര്യം അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ പേരിൽ ജോസ് കെ മാണി കാണിച്ച ഈ രാഷ്ട്രീയ നെറുകേട് അത് 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. പാലായിലെ രാഷ്ട്രീയ നാടകങ്ങൾ ഇനിയും തുടരുമെന്ന സൂചനയാണ് ബജറ്റ് അവതരണ ദിനത്തിലെ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.